നാം ഇന്ന് പറയാൻ പോകുന്നത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു നല്ല ദിക്ർ, അതുപോലെ തന്നെ നാം മനസ്സുകൊണ്ട് കരുതേണ്ട കുറച്ച് കാര്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും പലവിധ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരായിരിക്കും. ദുന്യാവ് സുഖദുഃഖ സമ്മിശ്രമാണ്. ഒരു സുഖമുണ്ടാകുമ്പോൾ, ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ, ഒരു ദുഃഖവും അതിനപ്പുറം നാം അനുഭവിക്കേണ്ടി വരും. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആളുകൾ കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയരാകേണ്ടി വരും. കാരണം അവർക്ക് ഈ ലോകം നൈമിഷികമാണ്, താൽക്കാലികമാണ്. അവർക്ക് അനശ്വരമായിട്ടുള്ളത് നാളെ ആഖിറമാണ്, പരലോകമാണ്. അവിടുത്തെ രക്ഷയാണ് വേണ്ടത്. അതിനുവേണ്ടി ഈ ലോകത്ത് നിന്ന് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവർ ക്ഷമിക്കും. അവരെല്ലാം സഹിച്ചുകൊണ്ട് അതെല്ലാം തരണം ചെയ്യാൻ തയ്യാറാകും. അവർക്ക് കൂടുതൽ, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നവർക്ക് അള്ളാഹു കൂടുതൽ പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ട് അവരെ ദൃഢപ്പെടുത്തും, പരലോകത്ത് അവർക്ക് ഉന്നതമായ വിജയം നൽകാൻ വേണ്ടി. നമുക്ക് പ്രയാസം വരുമ്പോൾ, നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഇന്ന മഅൽ ഉസ്രി യുസ്റ. ഒരു പ്രയാസത്തിന്റെ മേൽ ഒരു സന്തോഷം എന്തായാലും ഉണ്ട്. നമുക്കൊരു പ്രയാസം വരുമ്പോൾ, ഒരു ദുഃഖം വരുമ്പോൾ നമുക്കൊരു എളുപ്പം എന്തായാലും നമ്മിലേക്ക് കടന്നു വരും. അത് തീർച്ചയാണ്. നമ്മൾ വെറുതെ സങ്കടപ്പെട്ട് എനിക്ക് മാത്രം എന്നും പ്രയാസമാണല്ലോ, എനിക്ക് മാത്രം എന്നും ദുഃഖമാണല്ലോ, എനിക്ക് മാത്രം എന്നും കടങ്ങളും അവലാദികളും, എനിക്ക് മാത്രം വീടില്ല, എനിക്ക് മാത്രം ഒന്നുമില്ല എന്ന് നമ്മൾ പരാതി പറയാൻ പാടില്ല. നമ്മളെപ്പോഴും അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന ചിന്ത നമുക്കുണ്ടായിരിക്കണം. ലാ തഹ്സൻ ഇന്നല്ലാഹു മഅന എന്നാണല്ലോ. നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങൾ വേവലാതിപ്പെടരുത്. ഇന്നല്ലാഹു മഅന, അള്ളാഹു നമ്മോട് കൂടെയുണ്ട് എന്നൊരു ആത്മവിശ്വാസം നമുക്കുണ്ടായിരിക്കണം. അത് നമ്മുടെ വലിയ ബലമാണ്, വലിയ പിൻബലമാണ്. എന്ത് പ്രതിസന്ധി വന്നാലും, നമുക്ക് എന്ത് പ്രയാസങ്ങൾ നമ്മിലേക്ക് കടന്നു വന്നാലും അതിനൊക്കെ തരണം ചെയ്യാനുള്ള ഒരു പിൻബലം ഇതാണ്. ലാ തഹ്സൻ ഇന്നല്ലാഹു മഅന, അള്ളാഹു കൂടെയുണ്ട് എന്നൊരു ചിന്തയാണ്. നമുക്ക് രോഗം വരുമ്പോൾ, നമുക്ക് വലിയ മാറാവ്യാധി അസുഖങ്ങൾ കടന്നു വരുമ്പോൾ, നമ്മുടെ വീട്ടിൽ മറ്റാർക്കെങ്കിലും നാമുമായി ഏറ്റവും ബന്ധപ്പെട്ട ആളുകൾക്ക് അസുഖങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ചിന്തിക്കണം. മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുലേക്ക് ഏറ്റവും അടുത്ത ആളായിരുന്നില്ലേ? അള്ളാഹുവിന്റെ പ്രവാചകനായിരുന്നില്ല അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം? എന്നിട്ട് അയ്യൂബ് നബി എത്ര പ്രയാസങ്ങൾ, വലിയ രോഗം അനുഭവിക്കേണ്ടി വന്നു. മഹദിയായ റഹ്മത്ത് ബീവി, അദ്ദേഹത്തിന്റെ ഭാര്യ റഹ്മത്ത് ബീവി ഒരു കൊച്ചുകുട്ടിയെ പോലെ മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എടുത്തു നടന്നിട്ടുണ്ടെന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്രത്തോളം ആരും അടുക്കാത്ത, എല്ലാവരും ഉപേക്ഷിച്ചുകൊണ്ട്, സ്വത്ത് പോയി, സമ്പത്ത് പോയി, മക്കള് പോയി, എല്ലാം നഷ്ടപ്പെട്ട് രോഗിയായി ഒന്നുമില്ലാത്ത അവസ്ഥ. അത്തരം ഒരു അവസ്ഥയെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു കൊടുത്തില്ലേ? അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത പ്രവാചകനായിരുന്നില്ലേ? അപ്പോ നമ്മൾ ചിന്തിക്കണം, നമുക്കൊരു പ്രയാസം വരുമ്പോൾ അയ്യൂബ് നബിയെ കുറിച്ച് ചിന്തിക്കുക. അതുപോലെ അള്ളാഹു നൽകുന്ന ആ പരീക്ഷണത്തിൽ നമ്മൾ ക്ഷമിച്ചുകൊണ്ട് വിജയം കരസ്ഥമാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അള്ളാഹു ആ നൽകിയ താൽക്കാലികമായ ഒരു പ്രയാസത്തിൽ നിന്ന് വലിയ വിജയം അള്ളാഹു നമുക്ക് നൽകും, നമ്മൾ ക്ഷമയുള്ളവരാണെങ്കിൽ. അല്ലാതെ ക്ഷമയില്ലാതെ നമ്മൾ അക്ഷമരായിക്കൊണ്ട് നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തു കൂട്ടിയാൽ അത് നമുക്ക് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവർ മരണപ്പെടുക, വേണ്ടപ്പെട്ട ഏറ്റവും ഉറ്റവരായ ആളുകൾ മരണപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. നമ്മുടെ മനസ്സിന് താങ്ങാൻ കഴിയാത്ത പ്രയാസം നമ്മുടെ മനസ്സിനുണ്ടാകും. ആ സമയത്ത് നമ്മൾ കരുതണം, അവരെയൊക്കെ നമുക്ക് സ്വർഗത്തിൽ നിന്ന് കണ്ടുമുട്ടാനുള്ളതാണെന്ന്. നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾ, ഉറ്റമിത്രങ്ങൾ, നമ്മുടെ വാപ്പ ഉമ്മ, ഇവരൊക്കെ മരണപ്പെട്ടു പോകുമ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടമാണ്, വല്ലാത്ത വിഷമാണ്. നമ്മളപ്പോ കരുതേണ്ടത് എന്താണ്? ഇവരെ നമുക്ക് ഇവിടെ ഇനി കുറഞ്ഞ കാല ജീവിതമുള്ളൂ. പക്ഷേ ഇവിടുന്ന് അങ്ങ് മരണപ്പെട്ടു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് വെച്ചുകൊണ്ട്, നാളെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ഇവരെ കണ്ടുമുട്ടാം എന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് ആ ഒരു ദുഃഖത്തിൽ നിന്ന് ഒരു മോചനം ലഭിക്കും. ആ ഒരു പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് അങ്ങനെ ക്ഷമ കൈകൊള്ളാൻ സാധ്യമാകും. അതുപോലെ നമ്മൾ കടം കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ, വലിയ കടം വന്നുകൊണ്ട്, കടബാധ്യത വന്നുകൊണ്ട് വീട്ടാൻ കഴിയാതെ ഞെങ്ങി ഞെരുങ്ങുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ, നമുക്ക് വലിയ പട്ടിണിയും പ്രയാസം അനുഭവിക്കുമ്പോൾ നമ്മൾ കരുതണം, മുൻകഴിഞ്ഞ പ്രവാചകന്മാരൊക്കെ, അള്ളാഹു ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച എല്ലാ പ്രവാചകന്മാരും ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ഭക്ഷണം ഇല്ലാതെ വെറും ഈത്തപ്പഴവും പച്ചവെള്ളവും കുടിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണാൻ കഴിയും. വലിയ പ്രയാസം, ദാരിദ്ര്യത്തിന്റെ വലിയ പ്രയാസം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. കാരണം മുത്തായ നബി തങ്ങൾക്ക് എല്ലാം ലഭിക്കുമായിരുന്നു, പക്ഷെ അതെല്ലാം വേണ്ട എന്ന് വെച്ചതാണ്. എന്നിട്ട് അങ്ങനെയാണ് ജീവിക്കേണ്ടത്. പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അള്ളാഹയെ കുറിച്ച് ചിന്തിക്കാനും നമുക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്യാനും നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് തയ്യാറാവുക. അതുകൊണ്ട് പ്രയാസങ്ങൾ ദുഃഖങ്ങളിലും നമ്മൾ ക്ഷമിക്കണം. മക്കളില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. മക്കളില്ല എന്നൊരു വിഷമഭാരം അനുഭവിച്ചുകൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ, അവർ ചിന്തിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹധർമ്മിണിയായ മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ, മഹദിയായ ആയിഷ ബീവിക്ക് മക്കളില്ലായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം. അപ്പോ നമ്മൾ മക്കളില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രയാസപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. ആ പ്രയാസങ്ങളിലൊക്കെ ക്ഷമ കൈകൊള്ളുക. നമുക്കെന്ത് പ്രയാസം വരുമ്പോഴും പ്രതിസന്ധി വരുമ്പോഴും അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യവയറ്റിൽ അകപ്പെട്ടപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലിയൊരു ദിക്റുണ്ട്. ആ ദിക്ർ നമ്മൾ പതിവാക്കിയാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നമുക്ക് മോചനം ലഭിക്കുമെന്നാണ്. ഏതാണ് ആ ദിക്ർ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നുള്ള ആ ദിക്ർ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അള്ളാഹുവെ, ഞാൻ എന്റെ ശരീരത്തോട് ഒരുപാട് അക്രമങ്ങൾ പ്രവർത്തിച്ചു. അള്ളാഹുവെ, നീ അല്ലാതൊരു ഇലാഹുമില്ല, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന ഈ ദിക്ർ നമ്മൾ പതിവാക്കിയാൽ നമുക്ക് എന്ത് പ്രയാസമാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും അതിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുമെന്നാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അള്ളാഹ് ഈ ദിക്ർ പതിവാക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.